This is Soumya. Welcome back to my YouTube channel. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യെസ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് ആയിരുന്നു. ഞങ്ങൾ 5 പേര് കോളേജിൽ, ഞാൻ കോയമ്പത്തൂരാണല്ലോ പഠിച്ചത്. അപ്പോൾ അവിടെ 5 പേര് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ, സ്റ്റെഫി, ലീമോസ്, ശക്തി, കുബേർ. പറ്റുവാണെങ്കിൽ അവരുടെ ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. 3 ആൺപിള്ളേരും ലണ്ടനിൽ ഹയർ സ്റ്റഡീസിന് പോയേക്കാണ്. വരാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. അപ്പം ഞാൻ മാത്രം അവിടെ ഫ്രണ്ടായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അല്ലാണ്ട് ഞാനിവിടുന്ന് പോയപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി പോയതാണ്. കുറേ വീഡിയോസ് എടുക്കണം, തലേന്ന്, എൻഗേജ്മെൻറ്റിന്, കല്യാണത്തിന്, ഒരുപാട് വീഡിയോസ് എടുക്കണം, വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം, ഒന്നും നടന്നില്ല. ഇവരെ വീഡിയോ കോള്, ഈ ആമ്പിള്ളേരെ വീഡിയോ കോൾ ചെയ്യലായിരുന്നു എൻ്റെ മാക്സിമം ടൈമിൽ, ഫോൺ കയ്യിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്റ്റെഫിയുടെ കൂടെ തോഴിയായിട്ട് നടക്കലായിരുന്നു എൻ്റെ പണി. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് കിട്ടി. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ, ഫോൺ ഫ്രീ ആയിരിക്കുമ്പോൾ. അതൊക്കെ കൂടി ഒരു കുട്ടി വീഡിയോ ആണിത്. അത്ര വീഡിയോ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേ വേണ്ട. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ദിസ് ടു ബി ഡോക്യുമെൻറ്റഡ്. അതുകൊണ്ട് മാത്രം ഇടുന്നൊരു വീഡിയോ ആണ്. ഇതിലെന്തെങ്കിലും വീഡിയോ ക്വാളിറ്റിയിലോ സൗണ്ടിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഇഗ്നോർ ദാറ്റ്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞാൻ പോയ ഫസ്റ്റ് ഡേ തന്നെ അവളെയും കൊണ്ട് ഞാൻ പാർലറിലാണ് പോയത്. അവൾക്ക് ഫേഷ്യലും മെഹന്തിയും പിന്നെ നെയിൽസ് ഇടാനുണ്ടായിരുന്നു. മെഹന്തി കിഡു ആയിരുന്നു. ഈ കുട്ടിയാണ് ഇട്ടത്. അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നെയിൽസും ആ കുട്ടി തന്നെയാണ് കേട്ടോ ചെയ്തത്. അടിപൊളിയായിരുന്നു നെയിൽസും മെഹന്തിയും. 10 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു ഞങ്ങൾ പാർലറിൽ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് 11:30 ആയി. ഇത് മധുരയിലാണ്. മധുരയിൽ നിന്ന് അവളുടെ വീട്ടിലോട്ട് ഒരു 2 hours ട്രാവൽ ഉണ്ട്. ശിവഗംഗ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് അവളുടെ. നെക്സ്റ്റ് ഡേ രാവിലെ ഞാനും സ്റ്റെഫിയുടെ അമ്മയും കൂടിയും അടുത്തുള്ള വീടുകളിലൊക്കെ വെറ്റിലയും പാക്കും വെച്ചിട്ട് ക്ഷണിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല. ഈ ടാറ്റ കാണിക്കുന്നതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പന്തലിന് കാലിടുമ്പോൾ ഉള്ള ഫങ്ഷൻ ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റിയിൽ ഫുള്ളും മഞ്ഞളും കുങ്കുമവും ചന്ദനമൊക്കെ തേച്ച് ആര്യവേപ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അതിനെ പൂജ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീടിന് ചുറ്റും പന്തലും ലൈറ്റും ഈ സൗണ്ട് സെറ്റൊക്കെ വയ്ക്കണത്. അതിന് ചെറുതായിട്ടൊരു രീതിയിലുള്ള ഫങ്ഷൻ ഉണ്ട്. ആ ഒരു ഫങ്ഷൻ മോർണിംഗ് ആണ് നടന്നത്. അതിൻ്റെ ഒരു ക്ലിപ്സാണ് ഇതൊക്കെ. ഇതാണ് സ്റ്റെഫിയുടെ അനിയൻ ആൻറ്റോ. സ്റ്റെഫിയുടെ നാട് പക്ക ഒരു ഗ്രാമമാണ്. അധികം വീടുകളൊക്കെ കുട്ടി വീടുകളും എല്ലാവർക്കും ആട്, കോഴി, പശുവൊക്കെ ആയിട്ട് എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒരു പക്ക ഗ്രാമമാണ്. കൃഷികളും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ വെള്ളം കിട്ടാനായിട്ട് ഭയങ്കര ക്ഷാമമാണ്. വെള്ളം ഒരു പൈപ്പ് ലൈൻ ഉണ്ടാവും. അവിടെ നിന്നൊരു വണ്ടിയിൽ പോയിട്ട് കുടത്തിലെടുത്തോണ്ട് വരണം. പിങ്ക് സാരിയാണ് സ്റ്റെഫിയുടെ അമ്മയുടെ അമ്മ. ആൻഡ് ആ യെല്ലോ ടീഷർട്ടാണ് സ്റ്റെഫിയുടെ അപ്പ. കണ്ടോ, ഗ്രാമം കണ്ടോ? നല്ല രാവിലെയും ഏർലി മോർണിംഗും വൈകുന്നേരവും നല്ല സൂപ്പറാണ് കേട്ടോ. അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല രസമാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലാണ്, നല്ല പൊള്ളണ വെയിലാണ്. ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനും സ്റ്റെഫിയുടെ ഒരു കസിൻ ചേട്ടൻ സ്റ്റീഫൻ അണ്ണനും കൂടി ഞങ്ങൾ അവിടുത്തെ ചേർച്ചിലോട്ട് പോയി. അവിടെ സ്റ്റെഫിക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അച്ഛൻ വന്നിട്ട് അവിടുത്തെ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ്,
സെറമണി ടൈമിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും, ബ്ലസ് ചെയ്ത് വിടും. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സ്റ്റെഫിയുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന മണ്ഡപത്തിലേക്കാണ്. ഈ മണ്ഡപത്തിലാണ്, അടുത്ത് തന്നെയാണ്, അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ, സ്റ്റെഫിയുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ. ഇതാണ് സ്റ്റെഫിയുടെ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്ന മണ്ഡപം. ഇവിടെയാണ് ഫുഡ് സെർവ് ചെയ്തത് കേട്ടോ. ഇവിടെ തന്നെ കുക്ക് ചെയ്യണതാണ്. കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ നോക്കുക. ഇത് അവിടുത്തെ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ വെച്ചിട്ടാണ് കുടത്തിൽ വെള്ളം കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. കണ്ടോ, ഞാൻ പുറത്തത്തെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരം. സൺസെറ്റും സൺറൈസും സ്റ്റെഫിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ കാണാം കേട്ടോ. ഈ കാണുന്ന മരത്തിൻ്റെ പിന്നിൽ ഒരു കുളം പോലത്തെ ഒരു സംഭരണിയാണ്, ജലത്തിൻ്റെ സംഭരണിയാണ്. പക്ഷെ ഇപ്പോൾ വറ്റിക്കിടക്കാണ്. ഇത് അവിടുത്തെ ഒരു നൈറ്റ് ടൈമാണ്. പച്ചക്കറി കട്ട് ചെയ്യുന്നുണ്ടില്ലേ, അരിവോളം എന്ത് കട 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 എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിമാർ കട്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് തോന്നും. നമ്മളിവിടെ കത്തി വെച്ചിട്ടല്ലേ കട്ട് ചെയ്യുക, ഇവരെന്ത് ഈസിലി ആ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നൈറ്റാണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് കോലൊക്കെ ഇട്ടിട്ട് 1:30 ആയപ്പോഴാണ് വീട്ടിലെത്തി കടന്നുറങ്ങിയത് കേട്ടോ. അങ്ങനെ ഫൈനലി അവളുടെ എൻഗേജ്മെൻറ്റ്. ഇതാണ് ഹാള്. ഫുൾ ഫ്ലെക്സ് ഒക്കെ വെച്ച് ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഹാള്. ഇത് കഴിഞ്ഞിട്ട് അവളുടെ മാമൻ്റെ സീറ് കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമന്മാരൊക്കെ അവൾക്ക് കൊടുക്കാനുള്ള തിങ്സൊക്കെ റോഡിൽ നിന്ന് ഇങ്ങനെ ആനയിച്ച് പടക്കൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരുന്നത്. ഇത് വേറൊരു ഫംഗ്ഷൻ. അവളുടെ കയ്യിലും കാലിലൊക്കെ ബിസ്ക്കറ്റും സ്നാക്സൊക്കെ വെച്ചിട്ട് കുരവിട്ടിട്ട് അത് കുലുക്കി കളയും. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് വെത്തിലയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് ആദ്യം എടുക്കണത്, നാത്തൂനാണെന്ന് തോന്നുന്നു. യെല്ലോ ഡ്രസ്സ് ഇട്ട ആ കൊച്ചാണോ ഇവളാണോ ആദ്യം വെറ്റില എടുക്കണത് എന്നൊക്കെ നോക്കുന്ന ഒരു ഫംഗ്ഷൻ. ഐ ഡോണ്ട് നോ മച്ച് ഡീറ്റെയിൽ അബൌട്ട് ദാറ്റ്. ഇനി നെക്സ്റ്റ് ആണത്. അത് എനിക്ക് നെക്സ്റ്റ് ഈ ഒരു ഇലയുടെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് വെച്ച് ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തുള്ള കെട്ടത് ഒക്കെ പോകുന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ബോഡി ഫുള്ള് ഒഴിയും കേട്ടോ. എൻഗേജ്. എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ലീമോസിനെ വീഡിയോ കോൾ ചെയ്യായിരുന്നു. അന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. ഇതെനിക്ക് ശക്തിയില്ലേ അവൻ തന്ന സാരിയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് സ്റ്റെഫിയുടെ സെക്കൻഡ് സാരി ആൻഡ് സ്റ്റെഫിയുടെ മച്ചാൻ. സ്റ്റെഫിയുടെ സ്ഥലത്തുനിന്ന് അന്ന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് തന്നെ സ്റ്റെഫിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെയാണ് കല്യാണം. രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നമുക്കവിടെ മേക്കപ്പും കാര്യങ്ങൾക്കൊക്കെ ഇതായതുകൊണ്ട് നമ്മൾ ദിണ്ടുക്കലിലാണ് സ്റ്റേ. സ്റ്റെഫിയുടെ വീട് ശിവഗംഗൈ, സ്റ്റെഫിയുടെ മച്ചാൻ്റെ വീട് ദിണ്ടുക്കലിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ചേർച്ചിലേക്ക് പോകുമ്പോഴും നടന്നിട്ട് വീട്ടിൽ നിന്ന് നടന്ന് ഊരൊക്കെ ചുറ്റിയിട്ടാണ്. ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴും സ്റ്റിൽ നടന്ന് തെരുവ് ഫുള്ള് ചുറ്റിയിട്ടാണ് വീട്ടിലോട്ട് വന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മണ്ഡപത്തിലോട്ട് പോയിട്ടാണ്. நீங்கள் இருவரும் முழுமன சுதந்திரத்துடன் திருமணம் செய்து கொண்ட எவ்வித நீங்கள் மன வாழ்க்கை நெறியை பின்பற்றி வாழ்நாள் எல்லாம் ஒருவரை ஒருவர் நேசிக்கவும் மதிக்கவும் தயாராக இருக்கிறீர்களா? இறைவன் உங்களுக்கு அருளும் மக்களை
நீங்கள் மரபு கொண்டு செய்து கொள்ள விரும்புவதால் உங்கள் வலது கையை சேர்த்து பிடியுங்கள். இறைவன் திருமுன் திருச்சபையின் முன்னிலையில் உங்கள் சம்மதத்தை தெரிவியுங்கள். அருள் ஸ்ரீவன் ஜெராலியனுமான் உன்னை என் மனைவியாக ஏற்றுக்கொள்கிறேன். இன்பத்திலும் துன்பத்திலும் உடல்நலத்திலும் நோயிலும் நான் உனக்கு பிரமாணிக்கமாயிருந்து என் வாழ்நாள் எல்லாம் உன்னை நேசிக்க என் வாழ்நாள் எல்லாம் உன்னை நேசிக்கவும் மதிக்கவும் வாக்களிக்கிறேன். இப்போ அந்த வேடு போகிறவங்க அமைதியாக போகலாம். ஹெலன் பிளாரன்ஸ் எனும் நான் உங்களை அருள் ஸ்ரீவன் என் கணவராக ஏற்றுக்கொள்கிறேன். இன்பத்திலும் துன்பத்திலும் உடல்நலத்திலும் நோயிலும் நான் உங்களுக்கு பிரமாணிக்கமாயிருந்து என் வாழ்நாள் எல்லாம் உங்களை நேசிக்கவும் மதிக்கவும் வாக்களிக்கிறேன். திருச்சபையின் முன்னிலையில் நீங்கள் தெரிவித்த இந்த சம்மதத்தை ஆண்டவர் பெண்ணுடன் முதலில் வாசியை உங்கள் மீது விரைவாக கொண்டிருப்பாராக. இறைவன் என்பதை மனிதன் விரைவாக ஆண்டவரே, உம்மடியாதவர்களையும் இவர்களது புனித அன்பையும் ஆசீர்வதித்து புனிதப்படுத்தியவரும் இந்த மாங்கல்யம் இவர்களுக்கு பிரமாணிக்கத்தின் அடையாளமாய் அமைந்து ஒருவர் மீது ஒருவர் கொண்ட ஆழ்ந்த அன்பையும் நினைவுறுத்த வேண்டும் என்று எங்களாக கிறிஸ்துவழியாக மன்றாடுகின்றோம். வீட்டில் இருக்காங்க. என் அன்புக்கும் பிரமாணிக்கத்திற்கும் அடையாளமாக இந்த திருமாங்கல்யத்தை தந்தை மகன் தூய ஆவியாரினாலே அறிந்து கொள். என் அன்புக்கும் பிரமாணிக்கத்திற்கும் அடையாளமாக இந்த திருமாங்கல்யத்தை தந்தை மகன் தூய ஆவியாரின் பெயராலே அணிந்து கொள்கிறேன். फोकस करो स्टेफी இதெல்லாம் செயின் அப்புறம் போகிறாங்களா? கரெக்டே ராமே கரெக்டாக
ഞങ്ങളുടെ കോളേജ് ഗ്യാങ്, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരുമാണ്. എല്ലാവരും ഒന്നും വന്നില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദം വന്നു. ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തത് ഹണിമൂൺ ട്രിപ്പ് ടു ഗോവയാണ്. ഇതാണ് സ്റ്റെഫിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ അരുൾ സ്റ്റീഫൻ ജെറാൾഡ്. ആൾക്ക് ബിസിനസ്സാണ് കേട്ടോ ദിണ്ടുക്കൽ. ഇതാണ് സ്റ്റെഫിയുടെ ഫാമിലി, ഫ്രാൻസിസ് അപ്പ, റോസമ്മ, പിന്നെ അത് ആൻറ്റോ അവളുടെ അനിയനാണ്. പിന്നെ ഇപ്പുറത്ത് കിടന്ന ബ്ലൂ സാരി സ്റ്റെഫിയുടെ ചിത്തിയാണ്. ചിത്തിയുടെ 2 മക്കളാണ്, ജോൺസിയും ചെറിയനും. ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്റ്റെഫി ഗേൾ, ദിസ് ഈസ് ഫോർ യു. ദിസ് വീഡിയോ ഇസ് എൻറ്റയർലി ഡെഡിക്കേറ്റഡ് ഫോർ യു ആൻഡ് ഐ വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. നീ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നിനക്ക് കിട്ടട്ടെ. ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ടാറ്റാ.